Hello friends, welcome to PSC Cluster. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്സിലറി വെർബിന്റെ ബാക്കി ഭാഗമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, യൂസ് ടു, നീഡ്, ഡെയർ ഇവയാണ്. നമ്മൾ ആദ്യത്തെ മേയിലേക്ക് കടക്കാം. സോ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത എന്നാണ് അർത്ഥം. അപ്പോൾ സാധ്യതയെ പറയാൻ നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. മേ. പോസിബിലിറ്റി പറയാൻ മേ ഉപയോഗിക്കാറുണ്ട്. നോക്കാം. ഇപ്പോൾ ഒരു പോസിബിലിറ്റി പറയാം. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? സാധ്യതയെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു പോസിബിലിറ്റിയാണ്. അടുത്തൊരു സാധ്യതയും കൂടെ പറയാം. ദ കില്ലർ മേ കം ഹിയർ ടുമോറോ. കില്ലർ മേ കം ഹിയർ ടുമോറോ. കൊലപാതകി നാളെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ദ കില്ലർ മേ കം ഹിയർ ടുമോറോ. ആ കൊലപാതകി നാളെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇത് പറയുന്നതും ഒരു സാധ്യത തന്നെയാണ്. അടുത്തതായിട്ട് ഇനി മേ ഉപയോഗിക്കുന്നത് ഒരു പെർമിഷൻ ചോദിക്കാനോ കൊടുക്കാനോ. ടു ഗീവ് ആൻഡ് ആസ്ക് പെർമിഷൻ. അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മൾ അനുവാദം കൊടുക്കുക. യു മേ ആസ്ക്. അനുവാദം കിട്ടി. അപ്പോൾ ഒരു അനുവാദം അല്ലെ പെർമിഷൻ ചോദിക്കാനും കൊടുക്കാനും നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ അല്ലെ മേ ഐ കം ഇൻ സർ. യു മേ കം. യു മേ ആസ്ക്. മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. യു മേ ആസ്ക്. അപ്പോൾ മേ. ഇനി നമ്മൾ മേ ഉപയോഗിക്കുന്നത് ഒരു വിഷ് പറയാൻ. മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതൊരു വിഷാണ്. അപ്പോൾ നമ്മൾ മേ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ആണ് പോസിബിലിറ്റി പറയാൻ, അല്ലെങ്കിൽ സാധ്യത പറയാൻ, അല്ലെങ്കിൽ ഒരു പെർമിഷൻ കൊടുക്കാനും വാങ്ങാനും. ടു ഗീവ് ആൻഡ് ആസ്ക് പെർമിഷൻസ്. പെർമിഷൻ. ഇതിനൊരു വിഷ് പറയാൻ. മേ ഗോഡ് ബ്ലെസ് യു. മേ യു ലീവ് ലോങ്. വിഷ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മേ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയൊന്ന് അറിഞ്ഞിരിക്കണം. PSC ഇതെന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി മൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഫോം ഓഫ് മേ ആയിട്ടാണ്. മേയുടെ പാസ്റ്റ് ഫോം ആയിട്ട് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഫോം ഓഫ് മേ ആയിട്ടാണ്. മേയുടെ പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മേ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു സാധ്യതയെ പറയാനാണ്. മൈറ്റ് എന്ന് പറയുന്നത് സാധ്യതയാണ്, പാസ്റ്റ് ഫോമാണ്. അല്ലെങ്കിൽ ലെസ് പോസിബിലിറ്റി, കുറഞ്ഞൊരു പോസിബിലിറ്റി, സാധ്യതയെ പറയാൻ നമ്മൾ മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ കാണിക്കാം. ഷീ സെഡ് ഐ മേ കം. ഷീ സെഡ് ഐ മേ കം. അവൾ പറഞ്ഞു ഐ മേ കം, ഞാൻ വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ, ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ പതിയെ പഠിക്കും. ഇത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഷീ സെഡ് ദാറ്റ് ഐ മൈറ്റ് കം. അപ്പോൾ ഇവിടെ നമ്മൾ മേയുടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പൊതുവെ മൈറ്റ് യൂസ് ചെയ്യാറുള്ളത്. മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് മേ ആയിട്ട് നമ്മൾ മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായിട്ട് മസ്റ്റാണ് പറയാൻ പോകുന്നത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യകത. ഒരു ആവശ്യകതയെ പറയാനാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്.
കമ്പൽഷൻ അല്ലെങ്കിൽ നെസസിറ്റി, ആവശ്യകത. കമ്പൽഷൻ ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. എക്സാമ്പിൾ പറയാം. യു മസ്റ്റ് കം ഏർലി. നീ തീർച്ചയായും നേരത്തെ വരണം. അതെന്താ? ഒരു കമ്പൽഷനാണ്. മസ്റ്റ് എന്നുള്ള വേർഡ് ഇവിടെ ഉണ്ട്, കമ്പൽഷനാണ്. നേരത്തെ വരണം, നീ നേരത്തെ വരണം, അതൊരു കമ്പൽഷനാണ്. സോ കമ്പൽഷൻ അല്ലെങ്കിൽ ആവശ്യകതയെ കാണിക്കാൻ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. യു മസ്റ്റ് ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. അതും ഒരു മസ്റ്റായിട്ട് പറയുന്നത്, ഒരു ആവശ്യകതയാണ്. അപ്പോൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് ആവശ്യകതയെ കാണിക്കാനാണ്. ഇനി മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു ഇൻഫറൻസ് പറയാൻ. ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ അനുമാനം. ഒരു അനുമാനം പറയാൻ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ PSC മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹി ഡാഷ് ബി വെരി റിച്ച് because he always travels by first class. ഇത് PSC മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹി ഡാഷ് ബി വെരി റിച്ച് ബിക്കോസ് ഹി ഓൾവേസ് ട്രാവൽ ബൈ ഫസ്റ്റ് ക്ലാസ്. അദ്ദേഹം എപ്പോഴും ഫസ്റ്റ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു അനുമാനം പറയാം. ഹി മസ്റ്റ് ബി വെരി റിച്ച്. അദ്ദേഹം തീർച്ചയായും പണക്കാരനായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് മസ്റ്റാണ്. ഒരു അനുമാനം പറയാൻ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മേ, മൈറ്റ്, മസ്റ്റ് എന്നിവ. മേ ഉപയോഗിക്കുന്നത് സാധ്യതയെ പറയാം, പോസിബിലിറ്റി പറയാം. പോസിബിലിറ്റി അല്ലെങ്കിൽ പെർമിഷൻ, ഒരു വിഷ്. ദെൻ മൈറ്റ് ആണെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് മേ. ദെൻ മസ്റ്റ് പറഞ്ഞു. മസ്റ്റ് ആണെങ്കിൽ ആവശ്യകതയെ കാണിക്കാൻ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കമ്പൽഷൻ അല്ലെങ്കിൽ ഒരു നെസസിറ്റിയെ കാണിക്കാൻ. പിന്നെ പറഞ്ഞു ഇൻഫറൻസ്, ഒരു അനുമാനം പറയാൻ. PSC മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ought to നോക്കാം. ought to എന്നാൽ കടമ. ought to എന്ന കടമയാണ് സൂചിപ്പിക്കുന്നത്. ഒബ്ലിഗേഷൻ കടമ അല്ലെങ്കിൽ ഡ്യൂട്ടി, കർത്തവ്യം. ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയെ പറയാൻ നമ്മൾ ought to ആണ് ഉപയോഗിക്കാറുള്ളത് സാധാരണയായിട്ട്. യു ought to respect the elders. You ought to respect the elders. മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. യു ought to respect the elders. നമ്മൾ ഷുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടമ പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് റെസ്പെക്ട് ദ എൽഡേഴ്സ് അല്ലെങ്കിൽ യു ought to റെസ്പെക്ട് ദ എൽഡേഴ്സ്. ഓപ്ഷൻ ഏതാണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യണം. യു ought to obey your parents. നിങ്ങളുടെ രക്ഷിതാക്കളെ അനുസരിക്കുന്നത് നിങ്ങളുടെ കടമയാണ്. യു ought to obey your parents. ഈ ought to പകരം നമുക്ക് ഷുഡും ഉപയോഗിക്കാം. അപ്പോൾ ought to പകരം നമുക്ക് ഷുഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ought to പറഞ്ഞു കടമ. ought to പറയുമ്പോൾ തന്നെ ഓർത്ത് വെക്കുക. ought to പറയുമ്പോൾ എപ്പോഴും ഒരു കടമയായിരിക്കും. യു ought to respect your parents അല്ലെങ്കിൽ യു ought to respect the elders അല്ലെ obey the parents. ought to വരെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഓക്സിലറി ആയിട്ടുള്ള യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു നോക്കാം. യൂസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കുന്നത്
മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ്, ഇപ്പം നമ്മൾ അത് ചെയ്യുന്നില്ല. അതായത് ഒരു പതിവായിരുന്നു എന്നെല്ലാം പറയാൻ, അതായത് ഒരു ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ് പറയാനാണ് നമ്മൾ പൊതുവെ യൂസ് ടു ഉപയോഗിക്കുന്നത്. ഒരു ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ് പറയാനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. പറയാം, വെൻ ഐ വാസ് ഇൻ അമേരിക്ക, I used to smoke. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ I used to smoke. ഞാൻ പതിവായി പുകവലിക്കാറുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഡിസ്കണ്ടിന്യൂഡ് ആണ്, ഇപ്പം നമ്മളത് ചെയ്യുന്നില്ല. വെൻ ഐ വാസ് ഇൻ ആഫ്രിക്ക അല്ലെ അമേരിക്ക, I used to smoke. അതുപോലെ പറയാം, I used to visit my grandfather. ഞാൻ എൻ്റെ മുത്തശ്ശനെ പതിവായി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അത് ഇല്ല. ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നു യൂസ് ടു. വെൻ ഐ വാസ് ഇൻ അമേരിക്ക, I used to smoke. I used to visit my grandfather. നമുക്ക് അടുത്തത് പറയാം, വെൻ ഐ വാസ് ഇൻ ആഫ്രിക്ക, I am used to dash. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള ഈ സെൻറ്റൻസ്, ഈ ഒന്നാമത്തെ സെൻറ്റൻസും രണ്ടാമത്തെ സെൻറ്റൻസും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം. വെൻ ഐ വാസ് ഇൻ അമേരിക്ക, ഓക്കെ, അമേരിക്ക വാട്ടവർ. വെൻ ഐ വാസ് ഇൻ അമേരിക്ക, ഐ ആം യൂസ്ഡ് ടു എന്നുണ്ട്. ഇവിടെ എന്താ ഒരു ബി ഫോം വന്നിട്ടുണ്ട്. നമ്മൾ ഓക്സിലറി വെർബ് തുടക്കത്തിൽ പഠിച്ചു. എന്താണ് ബി ഫോം? ഈസ്, ആം, ആർ, വാസ്, വേർ, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പം നമുക്കിവിടെ യൂസ് ടുവിന് മുന്നേ ആയിട്ട് ഒരു ബി ഫോം വന്നിട്ടുണ്ട്. അങ്ങനെ ബി ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട വെർബ് ING ഫോം ആയിരിക്കണം. വെർബ് പ്ലസ് ING ആയിരിക്കണം. അപ്പോൾ ഐ ആം യൂസ്ഡ് ടു സ്മോക്കിംഗ് പറയുമ്പോൾ തെറ്റുപോലെ തോന്നും, പക്ഷെ അതാണ് കറക്റ്റ്. വെൻ ഐ വാസ് ഇൻ അമേരിക്ക, ഐ ആം യൂസ്ഡ് ടു സ്മോക്കിംഗ്. അപ്പോൾ സ്മോക്കിംഗ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു ബി ഫോം തരും, ദെൻ ഒരു യൂസ് ടു തരും, ദെൻ വേർബിന് ഫില്ല് ചെയ്യാൻ തരും. അപ്പോൾ ING ഉള്ള വെർബ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതണം. ഐ ആം യൂസ്ഡ് ടു റണ്ണിങ്. അപ്പോൾ ഈ യൂസ്ഡ് ടുവിൻ്റെ മുന്നേ ആയിട്ട് ഇവിടെ ആം വന്നിട്ടുണ്ട്, ഒരു ബി ഫോം വന്നിട്ടുണ്ട്. സോ വെർബ് പ്ലസ് ING ആണ് ഉപയോഗിക്കേണ്ടത്. റണ്ണിങ് എന്ന് പറയുമ്പോൾ വെർബ് പ്ലസ് ING ആണ്. അപ്പോൾ യൂസ്ഡ് ടുവിനെ പറ്റിയിട്ട് ഇതാണ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതായത് ഒരു ബി ഫോം വന്നിട്ടുണ്ടെങ്കിൽ ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും നമ്മൾ വെർബിന് പകരം ഉപയോഗിക്കേണ്ടത്. സാധാരണ യൂസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. യൂസ് ടു പ്ലസ് V1. പൊതുവെ ഈ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ V1 ഫോമാണ് സാധാരണ വരാറുള്ളത്. ഐ വാണ്ട് ടു വാക്ക്, ടു കം. അപ്പോൾ ഇവിടെ യൂസ് ടു സ്മോക്ക്, പക്ഷെ ഇവിടെ മാത്രം എക്സെപ്ഷൻ കേസ് ഓർത്ത് വയ്ക്കണം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നീഡ്, ഡെയർ. ഇതോടുകൂടി നമ്മുടെ ഓക്സിലറി വെർബ് ഇവിടെ അവസാനിക്കുകയാണ്. നീഡ്, ഡെയർ ആണുള്ളത്. അപ്പം നീഡെന്ന് പറഞ്ഞാൽ അനിവാര്യത അല്ലെങ്കിൽ ആവശ്യം പറയാനാണ് നമ്മൾ നീഡ് ഉപയോഗിക്കുന്നത്. 2 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ നീഡ് യു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഐ നീഡ് യു. ഇവിടെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെ നെഗറ്റീവ് ടേംസ് ഒന്നുമില്ല. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ പോസിറ്റീവ് സെൻറ്റൻസിൽ നീഡ് മെയിൻ വെർബായിരിക്കും.
പോസിറ്റീവ് സെൻറ്റൻസിൽ നീഡ് എന്ന് പറയുന്നത് മെയിൻ വേർബ് ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, യു നീഡിൻ്റെ ഹെൽപ്പ് മീ. നീ എന്നെ സഹായിക്കേണ്ട ആവശ്യമില്ല. യു നീഡിൻ്റെ ഹെൽപ്പ് മീ. ഇവിടെ എന്താ ഹെൽപ്പ്? ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു മെയിൻ വെർബ് ഓൾറെഡി ഉണ്ട്. സോ നീഡ് എന്താ ഇവിടെ? നീഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ആയിരിക്കും. ഈ നീഡാണെങ്കിലും ഡെയർ ആണെങ്കിലും നമുക്ക് മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പ്രൈമറി ഓക്സിലറീസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതുപോലെ മോഡൽ ഓക്സിലറീസിൽ നമുക്ക് മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നീഡും ഡെയറും. നീഡ് നമ്മൾ പറഞ്ഞു ഐ നീഡ് യു. ഈ സെൻറ്റൻസിനകത്ത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനകത്ത് നീഡെന്ന് പറയുന്നത് മെയിൻ വെർബ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ്, ഇപ്പം നീഡിൻ്റെ, ഇവിടെ നീഡ് നോട്ട് എന്നുള്ളതാണ് നീഡിൻ്റെ. അപ്പം ഈ നീഡിൻ്റെ എന്താ? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം ഈ നെഗറ്റീവ് സെൻറ്റൻസിനകത്ത് നീഡ് എന്താ? ഓക്സിലറി വെർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഡെയർ നമുക്ക് നോക്കാം. ഡെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെയർ വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു ധൈര്യമാണ്. വെല്ലുവിളിയെ കാണിക്കാനും ധൈര്യത്തെ കാണിക്കാനും നമ്മൾ ഡെയർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, ഐ ഡെയർ യു. ഐ ഡെയർ യു, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഇതെന്താ? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ ഡെയറിൻ്റെ കോൾ ഹിം. അവൾക്ക് അദ്ദേഹത്തെ വിളിക്കാൻ ധൈര്യമില്ല. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ? ഡെയർ മെയിൻ വെർബും ഇവിടെ എന്താ? ഡെയർ ഓക്സിലറി വെർബും ആണ്. കോൾ എന്ന് പറയുന്ന മെയിൻ വെർബ് ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഓക്സിലറി വെർബാണ്. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിൽ ഡെയർ മെയിൻ വെർബ് ആയിരിക്കും. നെഗറ്റീവ് സെൻറ്റൻസിലാണെങ്കിൽ ഡെയർ ഓക്സിലറി വെർബ് ആയിരിക്കും. ഇനി പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതൊരു വെല്ലുവിളി ആയിരിക്കും. ഐ ഡെയർ യു, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അതായത് പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു ചാലഞ്ചിനെ കാണിക്കാനാണ് സാധാരണ ഡെയർ പോസിറ്റീവായിട്ട് നമ്മൾ പറയുന്നത്. നെഗറ്റീവായിട്ട് പറയുന്നത് ധൈര്യത്തെ കാണിക്കാൻ, കറേജിനെ കാണിക്കാൻ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഇത്രയാണ് നീഡ് ഡെയറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിവിടെ ഓക്സിലറി വെർബുകൾ കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനി ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.